Hi, this is my first vlog and my name is Adulya. ഞാൻ ഈ വ്ളോഗ് എടുക്കുന്നത് ഖത്തറിൽ വെച്ചിട്ടാണ്. ഞാനിവിടെ എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത് ഖത്തറിലാണ്. സോ ഞാനും എൻ്റെ ബേബി നൈനു ഒരു ഹായ് കൊടുത്തേ നൈനു, ഹായ് പറഞ്ഞേ. അവളും കൂടി ഞങ്ങൾ വിസിറ്റിംഗ് വിസയ്ക്ക് വന്നതാണ് ഇവിടെ. സോ 2 weeks കൂടുതലായി ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞങ്ങളൊന്ന് ജസ്റ്റ് പുറത്ത് പോകുന്ന ഒരു വ്ളോഗൊക്കെ എടുക്കാം, ജസ്റ്റ് എല്ലാവരായിട്ട് ഷെയർ ചെയ്യാം എന്നൊക്കെ. ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു നിനക്ക് പൊക്കൂടി. അപ്പം എനിക്ക് മടിയായിട്ടാണ് സത്യം പറഞ്ഞാൽ. ഇവിടെ തന്നെ ഇപ്പം ഇരുന്നിരുന്നിരുന്നത് റൂമിൽ തന്നെ മതി എന്നുള്ളൊരു മൈൻഡായി. പണ്ടേ ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ ഒന്ന് ജസ്റ്റ് കറങ്ങി ഞാനും നൈനും ബേബികളും. അപ്പോൾ ഒന്ന് ഒറ്റയ്ക്ക് പുറത്തേക്ക് പോയപ്പോൾ ഇറ്റ്സ് ഓക്കെ, എനിക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നി. സോ ഞാനിപ്പോൾ ഇവിടെ പോകാൻ പോകുന്നത് സൂഖ് വാക്കിഫ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലേസിലേക്കാണ്. അപ്പോൾ ഇവിടെ റംദാൻ ഒക്കെ ആയതുകൊണ്ട് അവിടെ വൈകുന്നേരം ആകുമ്പോൾ കുറച്ച് പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ നടക്കും. സോ വൈകിട്ട് പോയിട്ട് അതൊക്കെ ഒന്ന് കാണാം. കാനോൺ ഫയർ ഒക്കെ ഉണ്ട്. അപ്പം നൈനു ബേബി ആയിട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. എന്തോ ഇവളിങ്ങനെയാണ്. സോ ഇവളെയും കൊണ്ട് അവിടം വരെ ഞാൻ പോകുമ്പോൾ എന്താവുമെന്നറിയില്ല. സോ ഞാൻ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഊബർ ഇപ്പോൾ വരും. അപ്പോൾ അവിടെ എത്തിയിട്ട് ബാക്കി കാണിക്കാം. അങ്ങനെ ഞാൻ ലുസൈൽ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ എത്തി. ഞാൻ മെട്രോയിലൂടെയാണ് സൂഖ് വാക്കിഫിലേക്ക് പോകാമെന്ന് വെച്ചത്. ഇതാണ് അവിടെ ഇറങ്ങുമ്പോൾ തന്നെ കാണുന്ന കാഴ്ച. പിന്നെ ഞാൻ നൈനു ബേബിനെയും കൊണ്ട് മെട്രോയുടെ ഉള്ളിലേക്ക് കയറി. അവൾ അത്യാവശ്യം നല്ലപോലെ എൻജോയ് ചെയ്യായിരുന്നു എൻ്റെ കൂടെ. അവിടെ കാഴ്ചകളൊക്കെ കണ്ട് അപ്പോൾ കൂടെ ഇങ്ങനെ നടന്നപ്പോൾ ഒരു കുട്ടീനെയൊക്കെ കണ്ട് അവരായിട്ട് കളിയായിരുന്നു. അങ്ങനെ ഞാൻ ടിക്കറ്റൊക്കെ എടുത്ത് മെട്രോയുടെ ഉള്ളിൽ കയറി. ഉള്ളിൽ കയറുമ്പോൾ തന്നെ നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ചകളാണ് ഇതൊക്കെ കാണുന്നത്. അവൾ അത്യാവശ്യം നല്ലപോലെ പണിയെടുപ്പിച്ചു എന്നെക്കൊണ്ട്. ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കേണ്ടായിരുന്നില്ല കുഞ്ഞ്. എന്നാലും കുഴപ്പമുണ്ടായില്ല. അമ്മ അവിടെ ഇരിക്കുക ഇവിടെ ഇരിക്കുക എന്നോട് അങ്ങനെ പറയലായിരുന്നു അവൾ. നല്ല രസമായിരുന്നു ഇതിൻ്റെ പുറത്തേക്ക് നോക്കുമ്പോൾ ആ ബിൽഡിങ്സ് കാര്യങ്ങൾ ഒക്കെ കാണാനായിട്ട്. ഞാൻ രാത്രി യാത്ര ചെയ്തിട്ടുണ്ട് ഹസ്ബൻഡൊപ്പം. പക്ഷേ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ടത് പകലിറങ്ങിയപ്പോഴായിരുന്നു. ബട്ട് നല്ലതായിരുന്നു. ضغط الأول تحت الأرض. doors open. അങ്ങനെ ഞങ്ങൾ സൂഖ് വാക്കിഫയിലേക്ക് എത്തി. ഇതാണ് ശരിക്കും മെട്രോയിൽ നിന്ന് എൻട്രി. അങ്ങോട്ടുള്ള എൻട്രിയാണ് ഈ കാണുന്നത്. ചെന്ന് കയറുമ്പോൾ തന്നെ കാണുന്ന കാഴ്ചയാണ് ഇങ്ങനെ. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ കുറേ പേര് കുതിരയുടെ മുകളിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നു. ഒരു ട്രഡീഷണൽ ലുക്ക്. അത് കാണുമ്പോൾ തന്നെ ഒരു നല്ലൊരു ഫീലായിരുന്നു. നല്ല ഭംഗിയായിരുന്നു ആ പ്ലേസൊക്കെ കാണാനായിട്ട്. നൈനു ബേബി എന്തോ അവർക്കറിയാവുന്ന ഏതോ ഒരു പ്ലേസ് എന്ന പോലെ അവളിങ്ങനെ നടക്കുമായിരുന്നു. എന്നോട് പറഞ്ഞു അമ്മ ഈ വഴി വാ വാ എന്ന് പറഞ്ഞ് എന്നെ വിളിക്കുമായിരുന്നു അവൾ. നല്ല ലുക്കായിരുന്നു മൊത്തത്തിൽ കാണാനായിട്ട്. പിന്നെ
ആ പ്ലേസിൽ തന്നെയുള്ള കുറേ ഷോപ്പൊക്കെയാണ് നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ. ഖത്തറിൽ റംദാനിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടൊരു കാര്യമാണ് കനോൺ ഫയറിംഗ് എന്ന് പറയുന്നത്. സോ ഞാൻ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഒരു 1 hour ട്രാവലിംഗ് ചെയ്തിട്ട് ഇവിടെ വരെ വന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളൊരു 45 minutes മുന്നേക്ക് എത്തുവാണെങ്കിൽ ടോയ്സ്, ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കും. എനിക്ക് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ബട്ട് നല്ല രസമായിരുന്നു ഇതൊക്കെ കാണാനായിട്ട്. വൺസ് ഇതൊക്കെ നമ്മളൊരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമുക്കപ്പോൾ ആ ഫയറിംഗ് ഒന്ന് കണ്ടാലോ? ആറ് മണിയൊക്കെ ആയി സമയം. അപ്പോൾ അവിടെ ഒന്ന് ഇരുട്ടായി തുടങ്ങിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനും നൈനുബേബിയും കൂടി ഒന്ന് ജസ്റ്റ് നടക്കാമെന്ന് വിചാരിച്ചു. നടക്കുന്ന വഴി കുറേ ആമക്കുഞ്ഞുങ്ങൾ, പിന്നെ കുറേ കിളികൾ, അവൾക്ക് പറ്റിയതായിട്ടുള്ള ഐറ്റംസുകളൊക്കെ ഞങ്ങൾ കണ്ടു. അവളിപ്പോൾ അതൊക്കെ കണ്ട് നല്ല എൻജോയ് ചെയ്ത് നടക്കും. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും വീണ്ടും മെട്രോയിൽ കയറി. മെട്രോ കയറിയിട്ട് പിന്നെ ഞങ്ങൾ ലുസൈലിലെത്തി. താഴെ ഹസ്ബൻഡ് വെയിറ്റ് ചെയ്യണ്ടായിരുന്നു ഞങ്ങൾ പിക്കപ്പ് ചെയ്യാനായിട്ട്. ആൾ ജോലി കഴിഞ്ഞിട്ട് നേരെ വന്നു ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട്. അവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ ഞങ്ങൾ വീട്ടിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. തുറക്കതേ എന്നാ കേറി.